മാംഗ്ലൂർ ഗീ റോസ്റ്റ് ഗ്രേവി റെഡിയാക്കുന്ന ഈ പാക്കറ്റ് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഈ പാക്കറ്റിനുള്ളിലെ ഗ്രേവി തയ്യാറാക്കുന്ന മസാല പേസ്റ്റ് 125 ഗ്രാമാണ്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. ഇവരുടെ വേറൊരു പ്രോഡക്റ്റായ ദിണ്ടിഗൽ ചിക്കൻ ബിരിയാണി യുടെ വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഈ മസാല പേസ്റ്റ് വെച്ചിട്ട് നോൺ വെജും വെജും എല്ലാം റെഡിയാക്കാൻ പറ്റും. നമുക്ക് അത് റെഡിയാക്കാൻ ഈ പാക്കറ്റിൽ നിന്ന് 250 ഗ്രാം ചെമ്മീനാണ് വേണ്ടത്. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി ഒന്ന് വരഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് മാറ്റണം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അത് നല്ല ചൂടായി വരുമ്പോൾ ഗ്രേവിയുടെ പേസ്റ്റ് അതിലോട്ട് ചേർക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയുടെ പേസ്റ്റാണ്. ഈ സമയം മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. എന്നിട്ടതിൽ കുറച്ച് വെള്ളം ചേർത്തൊന്നത് ലൂസാക്കി എടുക്കണം. ആദ്യം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കുന്നത്. നല്ല ഞാൻ കവറിലുള്ള കംപ്ലീറ്റ് അത് എടുക്കണം അതിൽ നിന്ന്. എന്നിട്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് അതിനിപ്പോൾ. അത് ചെറുതായിട്ട് നല്ല തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ലൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ്, എന്നാലേ മസാല ഗ്രേവി എല്ലാം ചെമ്മീൻ നല്ലപോലെ ഇറങ്ങി നല്ല അതിൽ മസാല പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തു. ഇത് മതിയാകും. ഇനി നമുക്ക് അതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഇടണം. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എല്ലാം ഒന്ന് നല്ല ഇളക്കി വയ്ക്കണം ഇതുപോലെ. ഈ സമയം മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. നല്ല അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഇപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് അതിരിക്കേണ്ടത്. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലപോലെ. ഈ സമയം 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് അത് ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല രുചികരമായ ഒരു ചെമ്മീൻ ഗീ റോസ്റ്റാണിത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റിൽ ഒരല്പം കറിവേപ്പിലൂടെ ചേർത്താൽ നന്നായിരിക്കും. ഗീ റൈസ്, ചപ്പാത്തി അതിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിയിലുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ രുചികരമായ ഒരു ചെമ്മീൻ ഗീ റോസ്റ്റാണ്.
വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ലഞ്ച്, ഡിന്നർ ഇതൊക്കെ റെഡിയാക്കുമ്പോൾ അതിനോടൊപ്പം സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഈ വ്യത്യസ്തമായ ചെമ്മീൻ ഗീ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.